എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിനു വർക്കി. ഞാൻ വയനാട് ജില്ലയിലാണ് താമസിക്കുന്നത്. जीनू अपनी बात कैंपेन कुछ शुरू करेगी, उससे पहले मैं आप लोगों से कुछ बताना चाहूंगी। यहाँ पे जीनू को हिंदी नहीं आती है, उसको इंग्लिश भी नहीं आती है, उनको सिर्फ मलयालम आती है। लेकिन आप अगर जीनू की बात को भाषा से न समझे, अगर अपनी फीलिंग्स से समझेंगे तो आपको उनकी बात जरूर से समझ में आएगी। हम आपको इसको हिंदी में ट्रांसलेट करके भी बताएंगे, आप उसकी चिंता ना करें। लेकिन सबसे खूबसूरत बात यह है कि जीनू को मेरी कोई भी बात समझ नहीं आती है, लेकिन वो हर मीटिंग अटेंड करती हैं और इतनी खूबसूरती से काम करती है कि वो हमारी पिछले 3 हफ्तों से बेस्ट परफॉर्मर है। और वो इतनी अच्छी तरह से हाइजीन के ऊपर और पूरे कीसोल पे काम करती है कि उनके लिए तो मैं एक बार चाहूंगी कि ये बहुत जोरदार हम सबकी तालियां बजनी चाहिए। यस, वेलकम जीनू। നമസ്കാരം. എൻ്റെ പേര് ജിനു. ഞാൻ വയനാട് ജില്ലയിലാണ് താമസിക്കുന്നത്. ഹൈജീനിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആദ്യം എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കണം. കാരണം നമ്മൾ ഹൈജീൻ വന്നത് കൊണ്ടാണ് നമ്മള് പീരിയഡ്സിനെ കുറിച്ചും പീരിയഡ്സ് ആകുമ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ചും അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ അത് ആധികാരികമായി നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 12ാം വയസ്സിൽ പീരിയഡ്സ് ആയെങ്കിലും 42 വയസ്സ് വരെ ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് വന്നു പോകുന്ന ഒരു കാര്യം മാത്രമായിട്ടേ കണക്കാക്കിയുള്ളൂ. പക്ഷെ ഇപ്പൊ അത് ആധികാരികമായിട്ട് അത് പഠിക്കാനായിട്ട് സാധിച്ചു. ഞാനും ഇപ്പൊ ചെയ്യുന്നത് ഞങ്ങളിവിടെ ട്രൈബൽസിന്റെ കോളനിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം. അവിടെ ട്രൈബൽസിന്റെ കോളനിയിലേക്ക് ആർക്കും പൊതുവെ എൻട്രി കിട്ടാറില്ല. അങ്ങോട്ട് കയറി പോണെങ്കിൽ പോലും അവർ ചോദിക്കും ഇവിടെ നിങ്ങൾ എന്ത് കാഴ്ച കാണാനാ വന്നേന്നുള്ളത്. അങ്ങനെ അവിടേക്ക് ഒരു എൻട്രിക്കായി കാത്തിരുന്ന സമയത്ത് ഞാൻ ഹൈജീൻ ക്യാമ്പയിനായിട്ട് പോകുമ്പോൾ ആ കോളനിയുടെ ഉള്ളിലുള്ള ലേഡിയെ ഞാന് അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ അവിടെ എല്ലാം ക്യാമ്പയിൻ നടത്തി തിരിച്ചു വരുന്ന സമയത്ത് ആ ലേഡിയുടെ അനിയത്തി താമസിക്കുന്ന ഒരു വീട്ടിൽ കയറി. അപ്പൊ ആ വീടിനോട് ചേർന്ന് ചെറിയൊരു ഷെഡ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഷെഡിൽ ഇരുന്നിട്ട് ഒരു കൊച്ചു കരയുന്നുണ്ട്. അപ്പം ആ കൊച്ചിനെ ഇവള് വിളിക്കുന്നുണ്ട്, മോളെ മോളെ വിളിക്കുമ്പോ ആ കൊച്ചു കരയുന്നു. പക്ഷെ ആ കൊച്ചു 2 കൈ ഇങ്ങനെ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. വസ്ത്രമൊക്കെ ധരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പീരിയഡ്സ് ആയതുകൊണ്ട് അതിനെ വീടിന്റെ പുറത്തുള്ള ചെറിയൊരു ഷെഡിനകത്ത് ഇതിനെ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിരിക്കുക. അകത്ത് കയറാൻ പാടില്ല, അവരാരും തൊടൂല. നിലത്ത്, അതായത് നമ്മളെ പാത്രം കൊണ്ട് നിലത്ത് ഭക്ഷണം വെച്ച് കൊടുക്കും. അത് അവിടെ നിന്ന് കഴുകിയിട്ട് എന്ത് ചെയ്യണം, കമഴ്ത്തി അവിടെ മാറ്റി വെക്കണം. വീണ്ടും പാത്രം ഇതേപോലെ വെച്ച് കൊടുക്കും. ഇങ്ങനെ അവരെ ഫുഡിന്റെ രീതി കൂട്ടും. അപ്പൊ വീടുമായിട്ട് സമ്പർക്കമില്ല, ആരും അവരെ തൊടൂല. അങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന കൊച്ച്, അത് ഞാൻ വിളിച്ചു. അപ്പൊ അത് കരഞ്ഞോണ്ട് വന്നു. അപ്പൊ അതിന് 2 കക്ഷത്തിലും അണ്ടർആംസിൽ ശരിക്കും നമ്മുടെ ഇതിൽ പറയുകയാണ് ശരിക്കും ചോരക്കുരു എന്ന് പറയും. ഇതെല്ലാ പീരിയഡ്സിലും അതിന് വരുന്ന ഒരു ബുദ്ധിമുട്ട്. ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് എന്തോ അതിന് സംഭവിക്കാറുണ്ട്. അപ്പം അതിങ്ങനെ പഴുപ്പായിട്ട് ഇങ്ങനെ ഉള്ളത് കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ അതിനെ അടുത്ത് വിളിച്ചു. ഫസ്റ്റ് എയ്ഡ് ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഞാൻ പഴുപ്പെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുത്തു. എന്താ കൊച്ച് നന്നായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നത്. ചിലപ്പം ഈ പീരിയഡ് സമയത്ത് നമ്മളൊന്ന് തൊട്ടത് കൊണ്ടാകാം, ഒന്ന് തലോടിയത് കൊണ്ടായിരിക്കാം, പക്ഷെ നമ്മളത് ക്ലീൻ ചെയ്തുകൊണ്ടായിരിക്കാം. ആ സാമീപ്യം അതിന് ഒത്തിരി വ്യത്യാസം വരുത്തി. 3-ാം ദിവസം അതിന്റെ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അമ്മയെ കൂട്ടി നമ്മുടെ ഷോപ്പിൽ വന്നു. മാത്രമല്ല എന്റെ കൂടെ വന്നയാള് ഞാൻ അവരെ എന്താ പറയാ ഒരു 5 ഇന്റിമേറ്റ് വാഷ് വിറ്റാലും MRPക്ക് വിറ്റ 500 രൂപയ്ക്ക് എനിക്ക് അവർ കൂലിയായിട്ട് കൊടുക്കാം. അതിൽ കൂടുതൽ ഇന്റിമേറ്റ് വാഷ് അവിടെ ചെലവാകുകയും അവര് കൂലി കൊടുക്കുകയും ചെയ്തു. അവരെന്റെ കൂടെ വന്ന് ഐഡിയ എടുത്ത് ഇന്ന് RCMൽ എന്താ പറയാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഐഡിയ ഉള്ള ആളായി മാറി. മാത്രമല്ല ഈ കൊച്ചിന്റെ അമ്മയുടെ കടയിൽ വന്നതിന് ശേഷം കൊച്ചിന്റെ അമ്മ ഐഡിയ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവര് എൻട്രി ഇല്ലാത്ത കോളനിയിൽ അവര് ഹൈജീൻ നമ്മുടെ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ടുള്ള ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. जी RCM, गुड RCM सभी को। मैं नेहा हूँ। तो जीनू वर्की की तरफ से मैं हिंदी में ट्रांसलेट कर रही हूँ। सभी को नमस्कार। तो जीनू वर्की ने जो कहा, 12 साल की उम्र से अभी तक मैंने कभी भी हाइजीन के बारे में नहीं सोचा, ना कि समझा। लेकिन अभी जब प्रियंका मैम ने हाइजीन कैंपेन का एक लक्ष्य रखा, तभी से हाइजीन कैंपेन ले रही हूँ, सभी को अवेयरनेस दे रही हूँ। तो एक वहाँ पे एक ट्राइबल एरिया है, वायनाड है यहाँ का डिस्ट्रिक्ट। वायनाड ऐसा डिस्ट्रिक्ट है, वहाँ पे ट्राइबल एरियाज बहुत हैं। उस कॉलोनी में सभी लोग आ जा नहीं सकते, उनको अच्छा नहीं लगता अगर लोग जाएं तो। उन्हें लगता है कि ये जू नहीं है, कोई भी आके ऐसे ही कुछ भी बोल नहीं सकता।
तो इसीलिए जिनू वहाँ पे गई अवेयरनेस के लिए। वहाँ पे एक लड़की थी, एक शेड में थी, पीरियड्स का टाइम था, इसीलिए उसे एक दूसरे शेड में नीचे सुलाया गया था। और उसका फूड भी यहाँ पे ऐसा अभी भी होता है कि फूड वगैरह दूसरे प्लेट में ऐसे ही परोसा जाता है और उन्हें वहीं पे खाना पड़ता है। तो वो लड़की जो थी ऐसे बैठी थी, उसके दोनों अंडरआर्म्स में ऐसे ही स्वलन था, पस भरा हुआ था। तो कुछ और नहीं मिला, तो जिन्होंने क्या किया कि वो पस निकाला और इंटीमेट वॉश से वहाँ पे अच्छी तरह से धोया, इंटीमेट वॉश यूज़ कर के धोया। इसलिए उस लड़की को भी बहुत आराम मिला। और उसके बाद 2 दिन के बाद वो लड़की अपनी माँ के साथ जिनू की पीयूसी में गई और उनसे बात की, और उन्होंने कहा कि उन्हें ये इंटीमेट वॉश और ज़्यादा चाहिए और हाइजीन के बारे में अवेयरनेस चाहिए। और इसी एक इंसिडेंट की वजह से जिन्हों को वहाँ पे एक्सेस मिला, 2-3 हाइजीन कैंपेन ऐसे ही शुरू कर दिया। और ट्राइबल एरिया में हाइजीन का जो अवेयरनेस उन्हें मिला, वो सब इतने खुश हैं इसके बारे में जान के। वहाँ पे ही जिन्हों का अच्छी तरह से हाइजीन प्रोडक्ट्स का सेल भी हुआ और उनको अवेयरनेस भी दे पाई थी। और यहाँ पे केरला में ऐसा कुछ हो रहा है प्रियंका मैम के एक क्या बोलते हैं कि ऐसे एक टारगेट की वजह से। और जिनू मैम के बारे में अगर कुछ और कहूँ तो वो वहाँ से आके, बिलवारा से आके एक दिन भी बैठी नहीं है। तभी से लेकर अभी तक हाइजीन कैंपेन इतने लिए हैं, इतने अवेयरनेस दिए हैं। बॉयज़ हॉस्टल में भी जाके इंटीमेट वॉश के बारे में बताया और बॉयज़ हॉस्टल में भी उन्हें अवेयरनेस दी थी। थैंक यू सो मच JRCM गुडारसिया। थैंक यू सो मच मैम। और हमने एक शब्द का इस्तेमाल किया था कि आज हम लोग बहुत इंस्पायर होने वाले हैं। तो आज जीनू मैम की इस स्टोरी से वाकई में मुझे यहाँ पे लगता है 4-5 हजार लोग जो देख रहे हैं वो बहुत इंस्पायर हुए होंगे, क्योंकि एक लैंग्वेज जानकर और दिल से कनेक्ट होकर आपने जीनू मैम ने इतनी बढ़िया काम किया है। तो हम सब लोगों के लिए यहाँ पर लर्निंग है कि अगर वो सुबह से शाम तक काम करके इतनी बेहतरीन रिजल्ट ला सकती हैं, तो फिर हम सब लोगों को भी सोचने की जरूरत है कि हमें कैसा काम करना चाहिए। थैंक यू सो मच एंड सैल्यूट टू जीनू मैम कि आपने इतना बढ़िया काम किया। पता नहीं मेरी लैंग्वेज समझ पा रही कि नहीं पा रही, लेकिन मेरे आप इशारे को समझें कि हम सब लोगों की तरफ से आपको सैल्यूट है। थैंक यू सो मच, थैंक यू सो मच। मैं आप लोगों को एक चीज और बताना चाहूंगी जीनू के बारे में। वो की सोल को लेके आज इतनी ज्यादा सीरियस हैं, इतनी ज्यादा उनके अंदर वो भावना जागृत हो रही है कि वो अभी हिंदी क्लासेस भी लेने लगी हैं, जिससे कि उन्हें और बेहतर समझ में आए कि उनको की सोल पे और कैसे काम करना है। रियली हैट्स ऑफ टू यू जीनू। अगर किसी को काम करना है तो इसी शिद्दत से काम करना है। हम सबको जीनू से बहुत कुछ सीखने की जरूरत है। ऑल द वेरी बेस्ट जीनू, वेल डन। यस, थैंक यू सो मच।